നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിലേക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ ലോറി ഡ്രൈവർ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. അച്ഛനും മകനും അറസ്റ്റിൽ. പനയം ചെമ്മക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. മികച്ച സംരംഭകത്വ പ്രവർത്തനങ്ങൾക്കുള്ള വ്യാവസായിക പുരസ്കാരം തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്. 2 വർഷത്തിനുള്ളിൽ ആരംഭിച്ചത് 382 സംരംഭങ്ങൾ. 28-ന് മന്ത്രി പി രാജീവ് പുരസ്കാരം സമ്മാനിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിലേക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ലോറി ഡ്രൈവർ മരിച്ചു. ഒരാൾക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിൽ ആര്യങ്കാവിനും ഭഗവതിപുരത്തിനുമിടയിൽ എസ് വളവിന് സമീപത്താണ് അപകടമുണ്ടായത്. അൻപതടി താഴ്ചയിലെ റെയിൽവേ ട്രാക്കിലേക്കാണ് ലോറി മറിഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പാറപ്പൊടി കയറ്റി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി ഡ്രൈവർ തിരുനെൽവേലി മുക്കുടൽ സ്വദേശി മണി തൽക്ഷണം മരണമടഞ്ഞു. ക്ലീനർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലോറി പാതയിൽ വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ലോറി പിന്നീട് റെയിൽവേ അധികൃതരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് പാളത്തിൽ നിന്നും നീക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. മന്ത്രി KN ബാലഗോപാൽ പ്രകാശനം നിർവഹിച്ചു. സ്ഥാനമൊഴിഞ്ഞ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷയ്ക്ക് ലോഗോ കൈമാറിയാണ് മന്ത്രി KN ബാലഗോപാൽ പ്രകാശനം നിർവഹിച്ചത്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അതുപോലെ അഗ്രികൾച്ചർ, വെറ്റിനറി, അതുപോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയേറെ സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന പഠിക്കുന്ന കേരളം മുഴുവൻ സെൻറ്ററുകളുള്ള ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ SN ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. 22,000 സ്റ്റുഡൻസ് പഠിക്കുന്നു. ഈ യൂത്ത് ഹോസ്റ്റലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിച്ചു, യൂത്ത് ഹോസ്റ്റൽ എങ്ങനെയാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്, എത്ര ആളുണ്ടാവും, എങ്ങനെയാണ്? 3000 പാർട്ടിസിപ്പൻസ് ഉണ്ടാവും എന്നുള്ളത്. അത് വലിയൊരു നമ്പർ തന്നെയാണ് യൂത്ത് ഹോസ്റ്റൽ എന്നത്. 9-10 തീയതികളിലാണ് സർവകലാശാലയുടെ പാരാധിഷ്ഠിതകൾ പിന്നിട്ടിട്ടില്ല. പക്ഷെ ഇപ്പം എല്ലാം കൂടെ 28 കോഴ്സുകളായി. 28 കോഴ്സുകൾ. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പുതിയ കോഴ്സുകളെ പറ്റി ഇപ്പോഴും നടത്താൻ പറ്റുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങൾ എത്തിക്കാൻ സർവകലാശാലയാണ്. നിലവിലുള്ള കൺവെൻഷണൽ കോഴ്സുകൾ കുറച്ച് തുടരുന്നുണ്ട്. കൊല്ലം നീരാവിൽ സ്വദേശിയായ ഗ്രാഫിക് ഡിസൈനർ UM ബിന്നിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. ബിന്നിയെയും ചടങ്ങിൽ ആദരിച്ചു. പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ SV സുധീർ, രജിസ്ട്രാർ ഡോക്ടർ ഡിംബി V ദിവാകരൻ, കലോത്സവ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ബിജു K മാത്യു, മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹരിതകർമ്മ സേനാംഗത്തിന്റെ സത്യസന്ധതയിൽ ഉടമയ്ക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ലഭിച്ചു. കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരണത്തിനിടയിൽ ലഭിച്ച സ്വർണ്ണാഭരണങ്ങളാണ് ഹരിതകർമ്മ സേനാംഗം ഉടമസ്ഥന് തിരികെ നൽകിയത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ശേഖരിച്ചിരുന്നു. ഇവ കഴിഞ്ഞ ദിവസം തരംതിരിക്കുന്നതിനിടയിലാണ് സ്വർണം ഹരിതകർമ്മസേനാംഗം മഞ്ജുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചന്ദ്രബാബു ഷൂർ എന്ന വീട്ടിലെ പ്ലാസ്റ്റിക് എടുത്ത് ഞങ്ങൾ ചാക്കിനകത്താക്കി കൊണ്ടുവന്ന് തരംതിരിച്ച് വേറെ ചാക്കിനകത്തോട്ട് ആക്കാൻ നേരമാണ് ഈ സ്വർണം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ അപ്പോൾ തന്നെ ഞങ്ങളുടെ കോർഡിനേറ്ററെ വിളിക്കുകയും കോർഡിനേറ്റർ സംഭവം പറഞ്ഞു. കോർഡിനേറ്റർ സെക്രട്ടറി അറിയിക്കുകയും പിറ്റേന്ന് എന്നെ വിളിപ്പിച്ചു. ഈ സാധനം ഞാൻ സെക്രട്ടറിയുടെ കൈമാറുകയും ചെയ്തു. ഒരു ജോഡി കമ്മലും ഒരു മോതിരം, കമ്മലിന്റെ ആണി എന്നിവ അടങ്ങിയ ആഭരണങ്ങൾ കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വിവരമറിയിക്കുകയും വാർഡ് മെമ്പർ രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ശേഖരിച്ച വീടുകളിൽ അറിയിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉടമസ്ഥയായ ബീന പഞ്ചായത്തിലെത്തി ആഭരണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ഏറ്റുവാങ്ങുകയുമായിരുന്നു. ഹരിതകർമ്മ സേനാംഗത്തിന്റെ സത്യസന്ധതയെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ, സെക്രട്ടറി ഡെമാസ്റ്റിൻ എന്നിവർ അഭിനന്ദിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് ഹരിതകർമ്മ സേനാംഗങ്ങൾ 46 പേരാണുള്ളത്. എന്നാൽ അതിൻ്റെ ഒരു നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്ലസ്റ്റർ തിരിച്ച് പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാനായി വാർഡുകൾ എത്തുകയും അതിനുള്ള ഒരു ഹരിതകർമ്മ സേനയ്ക്ക് 11-ാം വാർഡിലുള്ള ഒരു ഹരിതകർമ്മ സേന 15-ാം വാർഡിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്തപ്പോൾ സ്വർണം ഒരു വീട്ടിൽ നിന്നുള്ള സ്വർണം കിട്ടുകയും എന്നാൽ അത് പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനിടയിൽ അത് കൃത്യമായി തരംതിരിക്കലിൻ്റെ ഭാഗമായി തന്നെ അവിടെ സ്വർണം കണ്ടെത്തുകയും എന്നാൽ അത് ആരുടേതെന്ന് അറിയാൻ കഴിഞ്ഞില്ല.
എന്നാൽ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ അതിൻ്റെ കോർഡിനേറ്റർ തന്നെ അതേ സമയം തന്നെ വിളിച്ചറിയിക്കുകയും അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ എന്തു തന്നെയായാലും അത് നമ്മളിത് തിരികെ കൊടുക്കുവാൻ അത് തിരികെ കൊടുക്കുന്നതിന് മുൻപായി ഈ പോയിട്ടുള്ള വാർഡുകളെ അറിയിക്കുകയും ഏതൊക്കെ വീടുകളിലാണോ ക്ലസ്റ്റർ തിരികെ ആ ദിവസം ഇറങ്ങിയിട്ടുള്ളതെന്നും അറിയിച്ചതിൻ്റെ ഫലമായി തന്നെ അതിൻ്റെ യഥാർത്ഥ ഉടമ അതിൻ്റെ രേഖകൾ സഹിതം ഹാജരാക്കുകയും ആ സ്വർണം നമ്മളിത് തിരികെ കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് ഹരിതകർമ്മസേനയുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സത്യസന്ധതയിലൂടെയും അവരുടെ പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥതയുടെയും ആ മികവ് നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. യുവാവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ പിതാവിനെയും മകനെയും അഞ്ചാലുമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് കാരണമായത്. പനയം ചെമ്മക്കാട് ഇടയിലെ വീട്ടിൽ ഷാജി എന്ന സജി, ഇയാളുടെ മകൻ ഉണ്ണിക്കുട്ടൻ എന്ന അബിൻ എന്നിവരാണ് പിടിയിലായത്. സമീപവാസിയായ പ്രമോദിനെയാണ് ഇവർ കുത്തി പരിക്കേൽപ്പിച്ചത്. സമീപവാസിയായ പ്രമോദിനെയാണ് ഇവർ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ മാസം സജി പ്രതിയായ ഒരു കേസിൽ സജിക്കെതിരെ പ്രമോദ് മൊഴി നൽകിയെന്ന വിരോധത്താലാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതത്രേ. കഴിഞ്ഞ ദിവസം ചെമ്മക്കാട് വായനശാലയുടെ സമീപത്ത് വെച്ച് സജിയും മകനും ചേർന്ന് ബൈക്കിലെത്തിയ പ്രമോദിനെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന കത്രിക ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രമോദിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത അഞ്ചാലുമൂട് പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു. അഞ്ചാലുമൂട് പോലീസ് ഇൻസ്പെക്ടർ ഷാഫിയുടെ നേതൃത്വത്തിൽ SI ഗിരീഷ്, ACPOമാരായ സിജു, മഹേഷ്, ശിവകുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. ഭാവി തലമുറയ്ക്ക് മികച്ച വിദ്യാഭ്യാസവും പ്രകൃതി വിഭവങ്ങളും കരുതലോടെ നൽകാൻ സാധിക്കണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കോട്ടാത്തല ഗവൺമെന്റ് LPSന്റെ പുതിയ കെട്ടിടവും തേവർച്ചിറയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. നല്ല സ്കൂൾ, നല്ല ആശുപത്രി, നല്ല കളിസ്ഥലങ്ങൾ എന്നിവ നാടിന്റെ ആവശ്യങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. പുരോഗമന ആശയങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക നവോത്ഥാന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും എന്നും പേരുകേട്ട നാടാണ് കേരളം. 100 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളുകൾ വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നൽകിയിട്ടുള്ള പ്രാധാന്യം അതാണ് വ്യക്തമാക്കുന്നത്. വിദ്യാഭ്യാസത്തിനോടൊപ്പം പ്രകൃതി സംരക്ഷണത്തിൽ ഭാഗമാവുക എന്നതും പ്രധാനമാണ്. കുളങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് കാലാവസ്ഥാ വ്യതിയാന കാലഘട്ടത്തിലെ ആവശ്യകതയാണെന്നും മന്ത്രി പറഞ്ഞു. അതിനെത്രയേറെ വർഷമുള്ള ഗവൺമെന്റ് LPS കോട്ടാത്തലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഇവിടെ. നമ്മുടെ ഈ മേഖലയുടെ പ്രത്യേകത സാംസ്കാരികമായി വളരെ പഴക്കമുള്ള മേഖലയാണ്. ചരിത്രപരമായി ധാരാളം ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലമാണ്. അതുതന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനവും തേവർച്ചിറയുടെ പ്രത്യേകതയും. വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നത് പുരാവസ്തു വകുപ്പ് തന്നെ വന്ന് നോക്കിയിട്ടുള്ള ചില ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. നമ്മൾ ഈ ആദ്യമേ ഇതിന്റെ ആവശ്യകത നോക്കാൻ നമ്മളെല്ലാം കൂടി അവിടെ പോയപ്പോൾ അന്ന് അതിന്റെ ചരിത്രം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഇവിടെ ഇന്ന് ഈ സ്കൂളിന്റെ തറക്കല്ലിടുന്ന സമയത്ത് ഇന്ന് തന്നെ പൂവറ്റൂർ സ്കൂൾ, അവിടുത്തെ ഗവൺമെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷിക പരിപാടി ഇന്നുണ്ടായിരുന്നു. 100 വർഷമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചുറ്റുപാടും ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 100 വർഷം മുമ്പേ ഇവിടെയുള്ള ആളുകൾക്ക് പഠിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു, പഠിക്കാനായിട്ട് തയ്യാറായി എന്നാണല്ലോ അതിനർത്ഥം. ഇപ്പൊ 100 വർഷം മുമ്പ് അങ്ങനെ സ്കൂൾ തുടങ്ങണമെങ്കിൽ അതിനും വർഷങ്ങൾക്ക് മുമ്പേ കൃത്യമായ പദ്ധതികൾ ഉണ്ടാവണം. 1 കോടി രൂപയുടെ കെട്ടിടമാണ് LP സ്കൂളിനായി അനുവദിച്ചത്. 89 ലക്ഷം ചിലവാക്കി തലച്ചിറ നവീകരണവും നടന്നുവരുന്നുണ്ട്. മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജിനാഥ് അധ്യക്ഷയായിരുന്നു. സ്കൂളിന് നവീകരണത്തിന് വേണ്ടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും 1 കോടി രൂപയുടെ സഹായമാണ് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ചെറയുടെ കാര്യം തന്നെ ഇവിടെ പറഞ്ഞു, 89 ലക്ഷം രൂപയോളം ഇപ്പൊ ചെളിയെല്ലാം നീക്കം ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. MV ദേവൻ കലാഗ്രാമത്തിൽ കഥ പറയുമ്പോൾ 100 വേദിക്ക് തുടക്കമായി. കഥാപ്രസംഗ കലയുടെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പള്ളിമൺ MV ദേവൻ കലാഗ്രാമം കഥ പറയുമ്പോൾ കഥയരങ്ങിന്റെ 100 വേദിക്ക് തുടക്കം കുറിച്ചത്. കഥാപ്രസംഗ കലയുടെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പള്ളിമൺ MV ദേവൻ കലാഗ്രാമം സംഘടിപ്പിക്കുന്ന കഥ പറയുമ്പോൾ കഥയരങ്ങിന്റെ 100 വേദിക്ക് തുടക്കമായത്. സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ഗ്രീൻ കാമ്പസിൽ നടന്ന ചടങ്ങ് കൊല്ലം CWC മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KP സജിനാഥ് ഉദ്ഘാടനം ചെയ്തു. 1 വർഷത്തിനിടയിൽ 100 കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് കലാഗ്രാമം ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ പ്രശസ്ത കാഥികർ കഥ പറയാനായി കലാഗ്രാമ വേദിയിലെത്തും. കഥാപ്രസംഗത്തിൽ സർവകലാശാല വിജയികളായ ശരൺ തമ്പി, ദിൽന, റാണി മോനച്ചൻ, ദേവകിരൺ എന്നിവരാണ് കഴിഞ്ഞ ദിവസം വേദിയിലെത്തിയത്. കഴിഞ്ഞ ജനുവരിയിൽ സംവിധായകൻ ജയരാജ് മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ നടൻ M മുകേഷ് MLA ആണ് കഥ പറയുമ്പോൾ കഥയരങ്ങിന്റെ 100 വേദിക്ക് തുടക്കം കുറിച്ചത്.
ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സംരംഭകത്വ പ്രവർത്തനങ്ങൾക്കുള്ള 2023 വ്യാവസായിക പുരസ്കാരത്തിന് കൊല്ലം ജില്ലയിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. ഈ മാസം 28 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് പുരസ്കാരം സമ്മാനിക്കും. നിരവധി സംരംഭങ്ങൾ ആരംഭിക്കുകയും വിവിധ ബാങ്കുകൾ വഴി വായ്പകൾ ലഭ്യമാക്കുകയും ചെയ്തതും സംരംഭകത്വ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പഞ്ചായത്ത് തല പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനും സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും നടത്തിയ ഇടപെടലുകളാണ് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. 2022 മുതൽ 24 വരെയുള്ള കാലയളവിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ 382 സംരംഭങ്ങളാണ് ആരംഭിച്ചത്. 2 സാമ്പത്തിക വർഷങ്ങളിലും 100% മുകളിൽ ലക്ഷ്യം കൈവരിക്കാനും കഴിഞ്ഞു. സംരംഭക വർഷം 1ന്റെ ഭാഗമായി 228 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചതിൽ തന്നെ 32 ഉൽപാദന യൂണിറ്റുകളും 88 സേവന യൂണിറ്റുകളും 108 വ്യാപാര യൂണിറ്റുകളുമാണുള്ളത്. 2022-23 കാലയളവിൽ ആരംഭിച്ച 228 സംരംഭങ്ങളിൽ 88 സംരംഭങ്ങളുടെ സാരഥികൾ വനിതകളാണ്. 586 പേർക്ക് ജോലിയും 10.90 കോടി രൂപയുടെ നിക്ഷേപവും ഇതുവരെയുണ്ടായി. സംരംഭക സഹായ പദ്ധതിയിൽ 3 യൂണിറ്റുകൾക്ക് 3 ലക്ഷം രൂപയോളം സബ്സിഡിയും ലഭ്യമാക്കി. തൊടിയൂർ കുടുംബശ്രീ മുഖേനയും വനിതാ സംരംഭങ്ങൾ നടപ്പാക്കുന്നുണ്ട്. പ്രധാനമായും ഓർഗാനിക് കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ആരോറൂട്ട്, കൂവരക, പച്ചക്കറി തൈകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നതിനും കഴിഞ്ഞു. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട വനിതകളുടെ നേതൃത്വത്തിൽ പശു വളർത്തൽ, ആടുവളർത്തൽ, കാറ്ററിംഗ് യൂണിറ്റ്, 1 സ്റ്റേഷൻ 1 പ്രൊഡക്ട്സ്, മത്സ്യകൃഷി എന്നിവയ്ക്കും പ്രാധാന്യം നൽകുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ, സെക്രട്ടറി ഡെമാസ്റ്റൻ എന്നിവർ പറഞ്ഞു. സർക്കാരിൻ്റെ മികച്ച സംരംഭക പ്രവർത്തനങ്ങൾക്കുള്ള 2023 അവാർഡാണ് ഇന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന് കൊല്ലം ജില്ലയിൽ ഒന്നാമതായി ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ സംരംഭക പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുകയും ലോൺ കൊടുക്കുന്നതായാലും കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലൂടെയും ഒക്കെ തന്നെ മികച്ച രീതിയിലുള്ള വളരെ ഗംഭീരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംരംഭങ്ങൾ തുടങ്ങുവാൻ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മികച്ച സംരംഭക പഞ്ചായത്തായി കൊല്ലം ജില്ലയിലെ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിനെ സർക്കാർ തിരഞ്ഞെടുത്തു. 2 വർഷത്തെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയാണ് ഈ നേട്ടത്തിന് പഞ്ചായത്ത് അർഹമായത്. വളരെയധികം സംരംഭങ്ങൾ പഞ്ചായത്തിൽ തുടങ്ങുന്നതിനും ലൈസൻസുകൾ യഥാസമയം നൽകുന്നതിനും കുടുംബശ്രീ സംരംഭങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്തിൽ നടത്തുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മികവ് സർക്കാർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് നൽകിയത്. വ്യവസായ വകുപ്പിൽ നിന്നുള്ള ഇന്ത്യൻ 5 സഹായ സഹകരണങ്ങളും പഞ്ചായത്തിന് ലഭിച്ചതായി ഇവർ ചൂണ്ടിക്കാട്ടി. 28 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് പുരസ്കാരം സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര ചാച്ചാജി ഫൗണ്ടേഷന്റെ ജീവൻ സേവാ പുരസ്കാരം സമ്മാനിച്ചു. കരുനാഗപ്പള്ളി അഗ്നിരക്ഷാസേന യൂണിറ്റിനാണ് പുരസ്കാരം സമ്മാനിച്ചത്. CR മഹേഷ് MLA പുരസ്കാരം കൈമാറി. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും കൽപ്പന ചൗള സ്പേസ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ ചീഫ് അഡ്വൈസറുമായ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി മുഖ്യാതിഥിയായി പങ്കെടുത്തു. നേപ്പാൾ മദർ തെരേസ പബ്ലിക് സ്കൂൾ സ്ഥാപകനും പ്രിൻസിപ്പലുമായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി ഗോവിന്ദ് ചന്ദ്രബാബുവിന്റെ സ്മരണാർത്ഥം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ അക്കാദമിക് എക്സലൻസ് പ്രിൻസിപ്പൽ അവാർഡ് തേവലക്കര സ്റ്റാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിജി വി നായകന് സമ്മാനിച്ചു. മലയാളത്തിന്റെ മികവിനുള്ള പ്രൊഫസർ കോളശ്ശേരി രാധാകൃഷ്ണക്കുറുപ്പ് സ്മാരക പുരസ്കാരം, നിലത്തെഴുത്താശാൻ TG കുഞ്ഞികൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. ഞാൻ മൊബൈൽ ടവർ നെറ്റിലല്ല, പക്ഷേ ജനനിർഭരമായ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു 300 മീറ്റർ ചുറ്റളവ് സ്ഥാപിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു മൊബൈൽ ഫോണ് ഒരു 5 വർഷം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മക്കുറവാണ്. ഒരു താക്കോൽ വെച്ചാൽ പോലും നിങ്ങൾക്ക് എവിടെയാണെന്ന് കണ്ടെത്താൻ മൊബൈൽ നമ്പർ, സ്വന്തം വീട്ടിലുള്ള അമ്മയുടെ മൊബൈൽ ഫോൺ നമ്പർ പോലും നമുക്ക് ഓർക്കാൻ പറ്റാത്ത അവസ്ഥ. മൊബൈൽ ഫോണ് 5 വർഷം ഉപയോഗിച്ചാൽ. കാരണം വെച്ചാൽ ഇതിനകത്ത് നിന്ന് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് കിരണമാണ്, വൈദ്യുതകാന്തിക തരംഗം. ഈ തലച്ചോറ് ചെയ്യുമ്പോൾ തലച്ചോറിന്റെ ന്യൂറോൺസിനെല്ലാം നശിപ്പിക്കും. അപ്പോൾ ഈ കുട്ടികൾ ഒരു 10ാം ക്ലാസ് വരെ ഈ സ്റ്റുഡൻസിന് നിങ്ങൾ മൊബൈൽ ഫോൺ വലുതായിട്ട് കൊടുക്കാൻ പാടില്ല. അതേപോലെ ബെഡ്റൂമിലൊക്കെ മൊബൈൽ ഫോൺ വെക്കരുത്. അതേപോലെ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെക്കാൻ പാടില്ല. പോക്കറ്റ് കൊണ്ടുകൊണ്ട് നടക്കാൻ പാടില്ല. നമ്മുടെ സ്ഥാപനമായി തോന്നുന്ന തരത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ സുരക്ഷിതത്വവും കുട്ടിക്കാലം മുതലേ നിലവാരമുള്ള വിദ്യാഭ്യാസവും ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രിയപ്പെട്ട സനൽ സാറിൻ്റെ
സ്നേഹത്തോടെയും സൗമ്യമായും വിനയത്തോടെയുമുള്ള പെരുമാറ്റം എല്ലാവരിലും ഈ സ്ഥാപനത്തോട് ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോരുവഴി വടക്കേമുറി കൈതാമഠം ദേവീക്ഷേത്രത്തിൽ മകൻ തിരുനാൾ മഹോത്സവം സമാപിച്ചു. കെട്ടുകാഴ്ചയും ദീപാലങ്കാരവും പള്ളിവിളക്കും ആഘോഷങ്ങൾക്ക് മിഴിവേകി. പോരുവഴി വടക്കേമുറി കൈതാമഠം ദേവീക്ഷേത്രത്തിൽ നടന്നു വന്ന സപ്താഹജ്ഞാന യജ്ഞത്തിനും മകം തിരുനാൾ മഹോത്സവത്തിനുമാണ് സമാപനമായത്. ദീപാലങ്കാരവും സൂര്യപ്പൊങ്കാലയും നന്ദികേശ രൂപങ്ങളും താലപ്പൊലി ഘോഷയാത്രയും ക്ഷേത്രാന്തരീക്ഷം ഭക്തസാന്ദ്രമാക്കിയാണ് ആഘോഷങ്ങൾക്ക് വിരാമമിട്ടത്. വിവിധ കരക്കാരും സംഘടനകളും കെട്ടുകാഴ്ചകൾ അർപ്പിച്ചു. വടക്കൻ ദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന പള്ളിവിളക്ക് അലങ്കരിച്ച് ദേവിയെ താലപ്പൊലിക്കൊപ്പം ആനയിച്ചത് ഭക്തിയോടൊപ്പം വേറിട്ട കാഴ്ചയും ഒരുക്കി. ക്ഷേത്രത്തിൽ നിന്നും ദേശക്കാഴ്ചയ്ക്കായി ജീവിതയിൽ എഴുന്നള്ളിയ ദേവിയെ അനുഗമിച്ച് താലപ്പൊലിയും പള്ളിവിളക്കുകളും വിവിധ വർണ്ണങ്ങളാൽ കെട്ടിയലങ്കരിച്ച നന്ദികേശ രൂപങ്ങളും ഭക്തിനിർഭരമായ കാഴ്ചകൾക്ക് മികവേകി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി സംഗീത സദസ്സ് നടത്തി. ഋതുനന്ദ PS ആണ് സംഗീത സദസ്സ് അവതരിപ്പിച്ചത്. ഋതുനന്ദ തുടക്കക്കാരിയാണ്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുകയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തുടങ്ങിയ ഈ സംഗീതാഭ്യസനം 4 വർഷം പൂർത്തീകരിച്ച് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ആവിഷ്കരിക്കുകയാണ്. ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 8ാം ഉത്സവത്തോടനുബന്ധിച്ചാണ് സംഗീത സദസ്സ് നടത്തിയത്. PS ഋതുനന്ദയായിരുന്നു സംഗീത സദസ്സ് അവതരിപ്പിച്ചത്. ഋതുനന്ദയുടെ അരങ്ങേറ്റമായിരുന്നു ഇത്. ആനയടി സത്യനാണ് ഗുരു. സംഗീത സദസ്സിൽ GS നാരായണൻ വയലിനും, കുന്നത്തൂർ വിശ്വനാഥക്കുറുപ്പ് മൃദംഗവും, രാജൻ ശൂർനാട് ഗഞ്ചിറയും, ചേർത്തല സുജിത്ത് ഘടവും, തുവയൂർ വിജയൻ മുഖർശംഖും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിലേക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ ലോറി ഡ്രൈവർ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. അച്ഛനും മകനും അറസ്റ്റിൽ. പനയം ചെമ്മക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. മികച്ച സംരംഭകത്വ പ്രവർത്തനങ്ങൾക്കുള്ള വ്യാവസായിക പുരസ്കാരം തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്. 2 വർഷത്തിനുള്ളിൽ ആരംഭിച്ചത് 382 സംരംഭങ്ങൾ. 28-ന് മന്ത്രി P രാജീവ് പുരസ്കാരം സമ്മാനിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.